കർണാടക യലഹങ്കയിൽ ബുൾഡോസർ രാജിലൂടെ കുടിയിറക്കിയ കുടുംബങ്ങൾക്ക് പുനരധിവാസം ഒരുക്കാത്തതിൽ പ്രതിഷേധം. കൊഗിലു ലേഔട്ട് നിവാസികളുടെ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യലഹങ്ക കൊഗിലുവിൽ 200ഓളം കുടുംബങ്ങളെ ബുൾഡോസർ രാജിലൂടെ കുടിയിറക്കി 2 ആഴ്ച പിന്നിട്ടിട്ടും പുനരധിവാസമൊരുക്കാത്ത കർണാടക സർക്കാർ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. കൊഗിലു ലേഔട്ടിലെ ഫക്കീർ കോളനിയിൽ കൊഗിലു ലേഔട്ട് ചേരി നിവാസി സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ കൂട്ടായ്മ CPIM ബംഗളൂരു നോർത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗൗരമ്മ ഉദ്ഘാടനം ചെയ്തു. ಹೋರಾಟ ಮಾಡಕ್ಕೂ ಕೂಡ ನಮ್ಗೆ ಅನುಮತಿ ಇಲ್ಲ. ಓಕೆನಾ? ಈಗ ದೇಶದ ಸಂವಿಧಾನವನ್ನ ಪೀಠಿಕೆಯನ್ನು ಓದಿದ್ದೀವಿ. ನನ್ನ ಬದುಕು ಹಾಳಾಗಿದೆ, ನನಗೆ ಬದುಕಿಗೆ ಮನೆ ಕೊಡಿ ಅಂತ ಹೇಳಿ ನಾನು ಕುಂತಿರೋ ಜಾಗದಲ್ಲಿ ಕೇಳಬೇಕಾದ್ರೂ ಇವತ್ತು ಯಾರು ಪರ್ಮಿಷನ್ ತಗೋಬೇಕು? ಪೊಲೀಸರ್ ಪರ್ಮಿಷನ್ ತಗೋಬೇಕು. ಮತ್ತಿಲ್ಲಿ ಯಾರ ಮೇಲೆ ಏನೇ ಆದ್ರೂ ಎಲ್ಲ ಫ್ರೀಡಮ್ ಪಾರ್ಕ್ ಹೋಗ್ಬೇಕು, ಆಯ್ತಾನಾ? ಹಂಗಿರೋದು. ಆದ್ರೆ ಇವತ್ತು ಇಲ್ಲಿ ನಾವು ಯಾಕೆ ಇಲ್ಲಿ ಯಾರು ಪ್ರತಿಭಟನೆ ಅಂತೂ ಮಾಡ್ತಾ ಇಲ್ಲ. ನಾವಿಲ್ಲಿ 16 ದಿನಗಳಿಂದಲೂ ಕೂಡ 20ನೇ ತಾರೀಕಿಂದ ಇವತ್ತು ಹೊಡೆದಾಕಿರುವಂತ ಮನೆಗಳನ್ನ ಹೊಡೆದಾಕ್ತಂತ ಸಮಯದಲ್ಲಿ ಇಡಿಯಾಗಿ ಅವರ ಜೊತೆಯಲ್ಲಿ ನಾವು ಇದ್ದೀವಿ. CPIM, CITU, വിവിധ ഇടതുപക്ഷ സംഘടനകൾ, ദളിത് സംഘർഷ സമിതി തുടങ്ങിയവർ പ്രതിഷേധത്തിലണിനിരന്നു. പ്രകടനത്തിനും പ്ലക്കാർഡുകൾ ഉയർത്തുന്നതിനും അനുമതി നിഷേധിച്ച് പ്രതിഷേധം തടയാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. ഫക്കീർ കോളനിയിലും വസിം ലേഔട്ടിലും താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളുടെ വീടുകൾ തകർത്ത് തെരുവിലിറക്കിയ കർണാടക സർക്കാർ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ജനുവരി 1 മുതൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ഇപ്പോഴും കഴിയുന്നത്. കൈരളി ന്യൂസ്, ബംഗളൂരു.